നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അദ്ദേഹം ഇരുന്ന കസേരയുടെ അരികിലേക്ക് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ഒരു കുഞ്ഞ് ഓടിക്കയറി വന്ന് അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു ജനകീയമായ കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തീർച്ചയായിട്ടും അദ്ദേഹം ജനമനസ്സുകളിലൂടെ യാത്ര ചെയ്ത വലിയൊരു വിശുദ്ധനാണ്. ഒപ്പം അതിനുശേഷം വന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇടപെടൽ ഒരിക്കലും മനുഷ്യത്വത്തെ നിരാകരിക്കുന്നതായിരുന്നില്ല. ആ മനുഷ്യത്വം എന്ന് പറയുന്നത് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മനുഷ്യത്വമാണെങ്കിലും ബൗദ്ധികമായ വളരെയേറെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള മനുഷ്യത്വമാണെങ്കിലും രാഷ്ട്രീയ ഔന്നത്യങ്ങളുടെ പരകോടിയിൽ നിൽക്കുന്ന ലോക നേതാക്കളുടെ വ്യക്തിത്വമാണെങ്കിലും എല്ലാം അദ്ദേഹം തുല്യമായി അവരോടെല്ലാം ഇടപെട്ടു എന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ കൊച്ചു കുഞ്ഞ് അദ്ദേഹത്തിന്റെ തൊപ്പിയൊക്കെ എടുത്ത് തലവെക്കുന്ന കാഴ്ചകളൊക്കെ ലോകം വളരെ ആകാംക്ഷയോടെയാണ് കണ്ടത്, വളരെ കൗതുകത്തോടെയാണ് കണ്ടത്. അപ്പോൾ ഈ മാർപ്പാപ്പ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിത്വം ക്രിസ്തുവിന്റെ ആ ഒരു ലാളിത്യത്തെ പകർത്തി എഴുതിയ ആ ഒരു ജീവിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള അഭയാർത്ഥികളെ സ്വീകരിച്ചപ്പോൾ അഭയമില്ലാത്തവർക്ക് ഇടം കൊടുക്കാൻ മനസ്സ് നൽകിയ ഒരു ഇടയന്റെ ഭാവം അദ്ദേഹം ആർജിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം ഈശോയാണ് നല്ല ഇടയൻ. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ ഈശോ ഞാൻ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ശിഷ്യരുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നു. അപ്പോൾ ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമില്ലാത്തവനും എന്ത് ചെയ്യുന്നു? ചെന്നായി വരുമ്പോൾ ഓടിപ്പോകുന്നു. അപ്പോൾ ഈ ഇടയൻ എന്ത് ചെയ്തു? ഈ ഇടയൻ എല്ലാ ആടുകൾക്കും ഇടം നൽകി എന്നുള്ളതാണ്. നമ്മുടെ നല്ല ഇടയനായ ഈശോ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം, സത്രങ്ങളെല്ലാം ബെത്ലഹേമിൽ ഈശോയുടെ തിരുപ്പിറവിയുടെ സമയത്ത് എല്ലാ വാതിലുകളും അടയുകയാണ്. നിനക്കിവിടെ ഇടമില്ല എന്നാണ് പറഞ്ഞത്. നിനക്കിവിടെ ഇടമില്ല. അങ്ങനെയാണ് ഓരോ വാതിലുകളും അടഞ്ഞടഞ്ഞ് ഇടമില്ലാത്തവരുടെ ഇടയിലൂടെയാണ് അവൻ ഇടയനാകാനായിട്ട് കടന്നു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ഈ ഇടയഭാവം നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ വ്യക്തിത്വവുമായി ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കണം. അത് ഞാൻ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, ദീപിക ബാലസഖ്യത്തിന്റെ കൊച്ചേട്ടൻ ഡയറക്ടർ എന്നുള്ള നിലയിൽ സാധാരണ സ്കൂളുകളിലെ കുട്ടികൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്ന വ്യക്തിയാണ് ഞാൻ. 4000-ലേറെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന 10-18 ലക്ഷം കുട്ടികൾ അംഗങ്ങളായിട്ടുള്ള DCL സംഘടനയുടെ ഡയറക്ടറാണ് ഞാൻ. ദീപിക ബാലസഖ്യത്തിന്റെ ഡയറക്ടറാണ്. ഒപ്പം എനിക്ക് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരള എന്ന ഭിന്നശേഷിയുള്ള ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കളുടെ കായിക പരിശീലനത്തിന്റെ സംസ്ഥാന ഡയറക്ടർ കൂടിയാണ് ഞാൻ ആ സംഘടനയുടെ. അപ്പോൾ അതിനകത്ത് എനിക്ക് ഞാൻ ഇടപെടുന്നത് 10-50,000-ത്തിലധികം ഭിന്നശേഷിയുള്ള മക്കളുമായിട്ടാണ്. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമാണ് ഞാൻ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കാരണം അദ്ദേഹം ഈ അതിരുവൽക്കരിക്കപ്പെട്ടവരെ സ്വന്തമാക്കിയപ്പോൾ അദ്ദേഹത്തിന് ക്രിസ്തുവിന്റെ മുഖം ഈ പാവങ്ങളുടെ മേത്ത് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം മനുഷ്യരെ സ്പർശിക്കുന്നതിൽ നിന്ന് അദ്ദേഹം മാറി നിന്നില്ല. അദ്ദേഹം സൗന്ദര്യമുള്ളവരെ മാത്രമല്ല സ്വന്തം അടുത്തേക്ക് വിളിച്ചത്. അദ്ദേഹം ഈ ലോകത്തിന്റെ വൈരൂപ്യമാണ് എന്ന് മറ്റുള്ളവർ പറയുകയും മുഖ്യധാരയിൽ നിന്ന് തള്ളി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തവരെല്ലാം അദ്ദേഹം തന്നിലേക്ക് ചേർത്ത് നിർത്തുക തന്നെ ചെയ്തു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ മാർപ്പാപ്പ നൽകിയ ഈ ഒരു മനുഷ്യത്വത്തിന്റെ ഔന്നത്യത്തിലേക്കുള്ള ഒരു ക്ഷണക്കത്താണ്. യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിന് ഒരു ശീർഷകം കൊടുത്താൽ അത് മനുഷ്യത്വത്തിന്റെ ഔന്നത്യത്തിലേക്ക് ഉള്ള ഒരു ക്ഷണക്കത്താണ് യഥാർത്ഥത്തിൽ ഇനി വരും കാലത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ജീവിതം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ക്ഷണക്കത്ത് അദ്ദേഹം എഴുതിയത് ദൈവപിതാവിന്റെ ആ സ്വർഗീയ പിതൃത്വത്തിന്റെ കീഴിലുള്ള ആ ഒരു സാഹോദര്യ ബോധമുണ്ടല്ലോ, വിശ്വസാഹോദര്യ ബോധം. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. ആ ഒരു അതിരുകളില്ലാത്ത മാനവികതയുടെ മഷിയിൽ മുക്കിയാണ് അദ്ദേഹം ഈ ഔന്നത്യത്തിലേക്ക് ദൈവാത്മകതയുടെ ആ മഷിയിൽ മുക്കിയാണ് അദ്ദേഹം ഈ മനുഷ്യത്വത്തിന്റെ ഔന്നത്യത്തിലേക്ക് ഉള്ള ക്ഷണക്കത്ത് ജീവിതം കൊണ്ട് എഴുതിയത്. അദ്ദേഹത്തിന്റെ ജീവിതമാണ് ആ ക്ഷണക്കത്ത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ മാർപ്പാപ്പ എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുകയായിരുന്നില്ല, തന്നിലൂടെ ക്രിസ്തുവിന്റെ
ആ ക്ഷമിക്കുന്ന സ്നേഹത്തിലേക്ക്, അതിരുകളില്ലാത്ത സ്നേഹത്തിലേക്ക് പരിശുദ്ധ മാർപ്പാപ്പ ആകർഷിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ എല്ലാ വിഭാഗങ്ങളെയും സ്വാഗതം ചെയ്യാൻ വാതിലുകൾ തുറക്കണം എന്ന് പറഞ്ഞത്. ഇനി അതിന്റെ രണ്ടാം വശത്തേക്ക് വരുമ്പോൾ എൻ്റെ രണ്ടാമത്തെ ഒരു വശമുണ്ട്. ഇങ്ങനെ സ്വാഗതം ചെയ്ത് വിളിച്ച് അകത്ത് കയറ്റിയവരെല്ലാം ഈ ആതിഥേയന്റെ മാന്യതയുടെ നിലവാരമുള്ളവരായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് അനുഭവങ്ങൾ തെളിയിക്കുകയാണ്. അതിഥികളായിട്ട് വരുന്നവരെല്ലാം ആതിഥേയന്റെ കുലീനത ഉള്ളവരാണോ? അങ്ങനെയുള്ളവരെയാണ് പിന്നെ ഒരു പൊതുസമൂഹത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളവർ ഒക്കെ സ്വന്തമാക്കുന്നതും സ്വീകരിക്കുന്നതുമൊക്കെ അങ്ങനെയുള്ളവരെയാണ്. എന്നാൽ പരിശുദ്ധ മാർപ്പാപ്പ ചെയ്തത് നല്ല ആതിഥേയനാവുക, ക്രിസ്തുവിന്റെ മുഖഭാഷയുള്ള ആതിഥേയനാവുക. അതാണ് മാർപ്പാപ്പ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ക്രിസ്തുവിന്റെ മുഖഭാഷയുള്ള ആതിഥേയനായപ്പോൾ ഈ അതിഥികളായിട്ട് കടന്നു വന്നവർക്കെല്ലാം ആതിഥേയന്റെ ആത്മീയതയോ ആതിഥേയന്റെ മാനവികതയോ ആതിഥേയന്റെ നിസ്വാർത്ഥ സ്നേഹമോ ക്ഷമിക്കുന്ന സ്നേഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്നവർ കയറി വന്ന പല ദേവാലയങ്ങളും, അവർക്ക് കിടക്കാൻ ഇടം കൊടുത്ത പല ദേവാലയങ്ങളും ഇന്ന് ഇറ്റലിയിലും റോമിലുമൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ആയുധ പുരകളായി മാറിയിട്ടുണ്ട് എന്നൊരു വസ്തുത ആ നാട്ടിലുള്ളവർ ഭീതിയോടെ വിളിച്ചു പറയുന്നുണ്ട്. ജർമ്മനിയിലും ഇറ്റലിയിലും ഫ്രാൻസിലും ഒക്കെ ആയുധപ്പരകളായത് ഇത്തരത്തിൽ അഭയം തേടി വന്നവർക്ക് കൊടുത്ത ഇടങ്ങളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ അഭയം കൊടുത്തതിനകത്ത് ആ തീരുമാനത്തിൽ പെശകുണ്ടോ എന്നുള്ളതാണ് ഈ കാലം വിമർശനാത്മകമായിട്ട് ചോദിച്ചത്. പക്ഷേ പരിശുദ്ധ മാർപ്പാപ്പ ചെയ്ത ഈ ഒരു തീരുമാനം തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ഭീകരമായ ഭീഷണമായ ചില പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ദൈവത്തിൻ്റെ മനസ്സിലൂടെ ഈ മനുഷ്യരെ നോക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവർ രൂപപ്പെടുത്തിയ ഇതര മതസ്ഥരെയെല്ലാം ഇതര മനുഷ്യരെയെല്ലാം ചൂഷണം ചെയ്തും ഭീഷണിപ്പെടുത്തിയും കൊലപ്പെടുത്തിയും ഒക്കെ ചോരയ്ക്ക് മുകളിൽ നമുക്ക് ബോട്ട് സർവീസ് നടത്താം എന്ന് വിചാരിക്കുന്ന രീതിയിൽ വള്ളംകളി മത്സരം നടത്താം, ചോരയ്ക്ക് മനുഷ്യന്റെ ചോരപ്പുഴയുടെ മുകളിൽ വള്ളംകളി മത്സരം നടത്താം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് ഒരു മാനസികമായ മാറ്റം ഉണ്ടാകണമെങ്കിൽ, അവരുടെ മൂല്യബോധത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ, അങ്ങനെയല്ലാതെ മനുഷ്യത്വത്തെ ആദരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അരികിൽ അവർക്ക് ജീവിക്കാൻ ഒരു അവസരം കിട്ടണ്ടേ? ചീറ്റപ്പുലിയോട് ഈ മാനസാന്തരപ്പെടണം എന്ന് പറയുമ്പോൾ ചീറ്റപ്പുലി കടിച്ചു കീറാനും കൊലപ്പെടുത്താനും മറ്റുള്ളവരെ കൊന്നു തിന്നിട്ട് ജീവിക്കാനും മാത്രം ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി സ്നേഹത്തോടെ പെരുമാറുന്നവരുടെ ഇടയിൽ, മനുഷ്യത്വത്തോടെ പെരുമാറുന്നവരുടെ ഇടയിൽ, പങ്കുവെച്ച് വളരുന്നവരുടെ ഇടയിൽ, ശ്രമിച്ച് സ്നേഹിക്കുന്നവരുടെ ഇടയിൽ, തോറ്റുകൊടുത്ത് ജീവിക്കുന്നവരുടെ ഇടയിൽ, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവപുത്രൻ മരണം വരിച്ച മരക്കുരിശ് കഴുത്തിൽ ധരിച്ച് കുരിശോളം മനുഷ്യരെ സ്നേഹിക്കാമെന്ന് പഠിപ്പിക്കുന്നവരുടെ ഇടയിൽ ജീവിക്കുന്നവരുടെ ഇടയിലൊക്കെ ജീവിക്കാൻ ഇവർക്കൊരു അവസരം കിട്ടുമ്പോൾ, ഒരുപക്ഷെ അത് ചിലപ്പോൾ 10 വർഷമായിരിക്കാം, 50 വർഷമായിരിക്കാം, അങ്ങനെ ജീവിക്കാൻ അവസരം കിട്ടുമ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ ചോരപ്പുഴയുടെ മുകളിൽ വള്ളംകളി നടത്തി പഠിച്ചവർക്ക് ഒരു മാനസാന്തരത്തിന്റെ ഒരു കാലം ദൈവം കരുതി വെച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? അതിന്റെ തുടക്കം ഫ്രാൻസിസ് മാർപ്പാപ്പായിൽ നിന്ന് ആരംഭിക്കട്ടെ എന്നാണ് ദൈവം തീരുമാനിച്ചിട്ടുള്ളതെങ്കിലോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ അദ്ദേഹം ഈ ലോകത്തിന് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള അനേകം ദൈവീക രഹസ്യങ്ങളുടെ, ദൈവിക പദ്ധതികളുടെ കിളിവാതിലുകളുണ്ട്. ആ വാതിലുകളിലൂടെ നമുക്ക് ഭാവിയിലേക്ക് പ്രതീക്ഷയോടെ നോക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പ്രത്യാശയുടെ തീർത്ഥാടകരാകുക. ഒരു തരത്തിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യരാകണ്ട, പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യരാകണ്ട. നമുക്ക് നമ്മുടെ പരിസരത്തുള്ളവർ നമ്മളെ ചതിക്കുന്നവരാവും, നമ്മളെ വഞ്ചിക്കുന്നവരാവും, നമ്മളോട് ആദരവില്ലാത്തവരാവും, നമ്മളെ പറ്റി മതിപ്പില്ലാത്തവരായിരിക്കും, നമ്മുടെ മതിപ്പ് നഷ്ടപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും, നമ്മുടെ വിശുദ്ധമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വികൃതമായി പരിഹസിച്ച് അവതരിപ്പിക്കുന്നവരായിരിക്കും.
നമ്മുടെ ദൈവത്തിന്റെ തിരുനാമം ദുരുപയോഗിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള മക്കളെയൊക്കെ അരികിൽ താമസിപ്പിക്കാൻ അനുവദിക്കുമ്പോൾ അവർക്ക് ഒരു നന്മയുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ഒരു ഭാവമാറ്റം, അത് ഒരു സമൂഹത്തിന്റെ തന്നെ സമഗ്രമായ രൂപപ്പെടുത്തലിന് കാരണമാകുമെന്ന് അദ്ദേഹത്തിന് തമ്പുരാൻ ഒരു പ്രചോദനം കൊടുത്തിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഇത്തരത്തിലുള്ള ഈ നിലപാടുകളും പ്രവർത്തനങ്ങളും ഞാനിപ്പോൾ കാണുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും ദൈവഹിതത്തിന് അനുകൂലമായി അദ്ദേഹം സംസാരിച്ചപ്പോൾ, ദൈവഹിതത്തിന് അനുകൂലമായി തന്നെ തന്നെ വിട്ടുകൊടുത്തപ്പോൾ, ഒരു കാലത്തിന്റെ പ്രവാചകൻ ഈ ഇത്തരത്തിലൊരു കുത്തഴിഞ്ഞ ജീവിതശൈലി, ഇതുവരെ മനുഷ്യൻ നിലനിർത്തിക്കൊണ്ടു പോന്നിരുന്ന ധാർമ്മിക ബോധങ്ങളുടെയും മൂല്യ ശ്രേണികളുടെയും ഒക്കെ ക്രമം തെറ്റിച്ച, അക്രമങ്ങൾ കൊണ്ട് സമൂഹ ക്രമം തന്നെ തകർത്തെറിയുന്ന ആർത്തിയുടെയും ഉപഭോഗ സംസ്കാരത്തിന്റെയും എന്താ പറയാ, ഒരു ആക്രാന്തത്തിന്റെ സംസ്കാരം, അതാണ് ഇവിടെ ഈ ലോകത്ത് ഇപ്പോൾ നടക്കുന്നത്. അത് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നു, അത് മതങ്ങൾ തമ്മിൽ നടക്കുന്നു, അത് സമൂഹങ്ങൾ തമ്മിൽ നടക്കുന്നു, അതൊരു കുടുംബത്തിൽ തന്നെ നടക്കുന്നു. എനിക്ക് ജീവിച്ചാൽ മതി, എനിക്ക് ജീവിക്കാനുള്ള സൗകര്യത്തിനനുസരിച്ച് നീ ജീവിച്ചാൽ മതി എന്ന് പരസ്പരം പറയുന്ന ഈ ഒരു അധീശത്വത്തിന്റെ ഒരു സംസ്കാരത്തെ പടവെട്ടാൻ, ഇത്തരത്തിൽ അതിനോട് പോരാടാൻ, അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ വാഴാനായിട്ട് ദൈവം അനുവദിച്ചത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്.